തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ബാലുശ്ശേരി എം.എൽ.എ. സച്ചിൻ ദേവിനും ഒടുവിൽ വലിയ പണി കിട്ടിയിരിക്കുകയാണ്. യദുവിന്റെ ഡ്രൈവിംഗിൽ തെറ്റില്ലെന്ന KSRTCയുടെ കണ്ടെത്തൽ. മെമ്മറി കാർഡിൽ വഴിമുട്ടി അന്വേഷണവും. മേയറുമായി തർക്കമുണ്ടായ വിഷയത്തിൽ ഡ്രൈവർ യദുവിന്റെ ഡ്രൈവിംഗിൽ തെറ്റില്ലെന്ന KSRTC വിജിലൻസ് വിഭാഗം കണ്ടെത്തി. മേയറാണെന്ന് അറിഞ്ഞ ശേഷവും പ്രോട്ടോകോൾ പാലിക്കാതെ മേയറോട് തർക്കിച്ചത് ശരിയല്ലെന്നാണ് ഡ്രൈവർക്കെതിരെയുള്ള കുറ്റം. എന്നാൽ സംഭവം നടന്ന തൊട്ടടുത്ത ദിവസം ഹാജരാക്കിയ റിപ്പോർട്ടിൽ ക്യാമറ ദൃശ്യങ്ങളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു. ഇതോടെ KSRTC വിജിലൻസ് സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ട് രണ്ടാം ദിവസം തന്നെ മന്ത്രി മടക്കിയിരുന്നു. ക്യാമറ ദൃശ്യങ്ങളടക്കം പരിശോധിക്കാത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ച മന്ത്രി വിശദമായ റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. CCTV ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡും മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ ബസ്സിലെ CCTV ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് നഷ്ടമായി. ഇതോടെ വിജിലൻസ് അന്വേഷണവും വഴിമുട്ടിയ രീതിയിലാണ്. ബസ്സിലെ കണ്ടക്ടറും മറ്റ് യാത്രക്കാരും ബസ് അമിത വേഗത്തിലായിരുന്നുവെന്ന് മൊഴി നൽകിയിട്ടില്ല. കാർ കുറുകെയിട്ട് ഇറങ്ങിയവരാണ് തർക്കത്തിന് തുടക്കമിട്ടതെന്നാണ് യാത്രക്കാരുടെ മൊഴി. മേയർ KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ നിർണായക തെളിവായ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് നഷ്ടമായതിൽ തമ്പാനൂർ ഡിപ്പോ മേധാവി ബഷീറിനും എഞ്ചിനീയർ ശ്യാം കൃഷ്ണനും വീഴ്ച സംഭവിച്ചെന്നും വിജിലൻസ് റിപ്പോർട്ട്. മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിലാണ് ഉദ്യോഗസ്ഥ വീഴ്ച വെളിപ്പെട്ടത്. ട്രിപ്പ് കഴിഞ്ഞെത്തുന്ന ബസിന്റെ മേൽനോട്ടം ഡിപ്പോ എഞ്ചിനീയർക്കാണ്. ഡിപ്പോ മേധാവിക്കും ഉത്തരവാദിത്വമുണ്ട്. അതേസമയം KSRTC ഡ്രൈവർ മേയറുമായുള്ള തർക്കത്തിൽ പരാതിയിൽ പറയുന്ന കാര്യങ്ങളൊന്നും താൻ കണ്ടിട്ടില്ലെന്നാണ് കണ്ടക്ടർ സുബിൻ പറയുന്നത്. ഡ്രൈവർ യദുവിനെതിരായ കേസിലാണ് കണ്ടക്ടറുടെ മൊഴി കന്റോൺമെന്റ് പോലീസ് രേഖപ്പെടുത്തിയത്. യദു ലൈംഗിക ചൊവ്വയുള്ള ആംഗ്യം കാണിച്ചു എന്ന് തനിക്കറിയില്ല. ബസ് കാറിനെ ഓവർടേക്ക് ചെയ്യുന്നതും കണ്ടിട്ടില്ല. പിൻസീറ്റിലാണ് താൻ ഇരുന്നതെന്നും അതിനാൽ പരാതിയിൽ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുമാണ് സുബിന്റെ മൊഴി. വാഹനം നിർത്തി തർക്കവും ബഹളവും ഉണ്ടായപ്പോൾ മാത്രമാണ് അറിഞ്ഞതെന്നുമാണ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. അതേസമയം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടും ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ കേസ് എടുത്തിട്ടില്ല. സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയും പരിശോധിക്കാനാണ് കന്റോൺമെന്റ് പോലീസിന് കൈമാറിയിട്ടുള്ളത്. സമാന പരാതി കന്റോൺമെന്റ് പോലീസിനും സംഭവ ദിവസം യദു നൽകിയെങ്കിലും കേസ് എടുത്തില്ല. സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിലും കേസ് രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടില്ല. ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതടക്കമുള്ള കുറ്റങ്ങളാണ് മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLA-ക്കുമെതിരെ യദു ആരോപിച്ചിട്ടുള്ളത്. ബസ്സിലെ CCTV ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കണ്ടെത്താൻ തമ്പാനൂർ KSRTC സ്റ്റാൻഡിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചെങ്കിലും വ്യക്തമല്ലായിരുന്നു. ബസ് പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തിനടുത്ത് ക്യാമറകൾ ഉണ്ടായിരുന്നില്ല. മെമ്മറി കാർഡുകൾ എപ്പോഴാണ് നഷ്ടമായതെന്ന് അറിയില്ലെന്നാണ് KSRTC ഉദ്യോഗസ്ഥരുടെ മൊഴി. ആർക്ക് വേണമെങ്കിലും ഊരിമാറ്റാവുന്ന നിലയിലായിരുന്നു ക്യാമറകളിലെ കാർഡുകളെന്നും പോലീസ് പറയുന്നു. മേയറും ഡ്രൈവറും തർക്കമുണ്ടായ സംഭവത്തിലെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കാണാതായത് KSRTCയിൽ നിന്ന് തന്നെയാണെന്നാണ് സൂചന. KSRTCയുടെ ഉടമസ്ഥതയിലുള്ള കാർഡ് കാണാതായിട്ടും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്താനോ കുറ്റക്കാരെ കണ്ടെത്തി നടപടിയെടുക്കാനോ അധികൃതർ തയ്യാറായിട്ടില്ല. സംഭവ ദിവസം പുലർച്ചെ 3-നാണ് ബസ് തമ്പാനൂർ സ്റ്റാൻഡിലേക്ക് മാറ്റിയത്. അതുവരെ കണ്ടക്ടർ ബസ്സിലുണ്ടായിരുന്നു. തുടർന്ന് സ്റ്റാൻഡിലെ ഉദ്യോഗസ്ഥർക്കായിരുന്നു ചുമതല. തൊട്ടടുത്ത ദിവസം KSRTC വിജിലൻസ് പരിശോധന നടത്തിയെങ്കിലും CCTV ക്യാമറകളുടെ കാര്യം മറച്ചുവെച്ചു. തുടക്കം മുതൽ KSRTC അധികൃതർ ബസ്സിൽ ക്യാമറയുണ്ടെന്ന കാര്യം ഒളിപ്പിക്കാനാണ് ശ്രമിച്ചത്. പോലീസിനെയും ഇക്കാര്യം അറിയിച്ചില്ല. 2 ദിവസത്തിനു ശേഷം മാധ്യമ വാർത്തകളിലൂടെയാണ് പോലീസ് ക്യാമറകളുടെ കാര്യം അറിയുന്നത്. പോലീസ് ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടപ്പോഴേക്കും മെമ്മറി കാർഡുകൾ മാറ്റിയിരുന്നു. സംഭവ ദിവസത്തെ CCTV ദൃശ്യങ്ങളിൽ മേയർ ആര്യ രാജേന്ദ്രനും സഹോദരനും തർക്കങ്ങൾ മൊബൈലിൽ പകർത്തിയവരോട് അത് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ് MLA-യും യാത്രക്കാരുടെ മൊബൈലിൽ നിന്ന് ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യിച്ചതായും ആരോപണമുണ്ട്. ഇതിന്റെ തുടർച്ചയായാണ് ബസ്സിലെ CCTV ദൃശ്യങ്ങൾ മാറ്റിയതെന്നാണ് സൂചന. സംഭവത്തിനു ശേഷം സ്റ്റാൻഡിലെത്തിയ ബസ്സിന് സമീപം ചില യൂണിയൻ നേതാക്കളുടെ സാന്നിധ്യവും സംശയാസ്പദമാണെന്നും ജീവനക്കാർ പറയുന്നു.